2024 സെപ്റ്റംബർ മാസം അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനിലാണ് ഈ ഒരു കഥ തുടങ്ങുന്നത്. അപ്പോൾ അവിടെയുള്ള CCTVയിൽ ഒരാളിങ്ങനെ പോകുന്നുണ്ട്. അയാളൊരു ലാപ്ടോപ്പ് മോഷ്ടിച്ച് പോകുന്ന ഒരാളാണെന്നായിരുന്നു പോലീസുകാർ ആദ്യ ടൈമിൽ വിചാരിച്ചിരുന്നത്. എന്നാൽ ആ ഒരു കേസ് കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോഴാണ് ജസ്റ്റ് ഒരു ലാപ്ടോപ്പ് കള്ളനെയല്ല അവർ ട്രാക്ക് ചെയ്തതെന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കുന്നത്. അന്നത്തെ ദിവസം വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്നായിരുന്നു അത്തരത്തിലുള്ളൊരു ലാപ്ടോപ്പ് മോഷണം പോയത്. സാധാരണ ട്രെയിൻ പോലെയല്ല വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്നും ഇത്തരത്തിലുള്ളൊരു സംഭവം മോഷ്ടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ ട്രെയിനിനെക്കാട്ടിലും കുറച്ചുകൂടെ ടാസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എല്ലായിടത്തും CCTVയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ട്രെയിൻ അല്ലല്ലോ, അതായത് ബുക്ക് ചെയ്ത ആളുകൾ മാത്രമാണല്ലോ അതിൻ്റെ ഉള്ളിൽ കയറുന്നത്. അങ്ങനെ ലാപ്ടോപ്പ് മോഷണം പോയ വ്യക്തി നേരെ റെയിൽവേ പോലീസിൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെ പോലീസുകാർ ഈ ഒരു കേസ് അന്വേഷിക്കുകയാണ്. അവർ CCTV വിഷ്വൽസും മറ്റുമൊക്കെ പരിശോധിച്ച് തുടങ്ങി. വെസ്റ്റേൺ റെയിൽവേസിലെ SP ആയിരുന്ന ബൽറാം മീന എന്ന് പറയുന്ന ഒരു IPS ഉദ്യോഗസ്ഥനായിരുന്നു ഈ ഒരു കേസ് ലീഡ് ചെയ്തത്. അദ്ദേഹം CCTVയും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഈ ഒരു സീറ്റിൽ ഇയാളുടെ അടുത്തിരുന്നിരുന്ന ആള് ആരെങ്കിലും ആവാനാണ് സാധ്യത, അതായത് ഈ ഒരു മോഷ്ടാവ്. അങ്ങനെ പോലീസുകാർ എന്താ പറയുക, റിസർവേഷൻ ചാർട്ടും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. എന്നിട്ട് ആരൊക്കെയാണ് ആ ഒരു സമയത്ത് ആ ഒരു ബോഗിയിൽ ഉണ്ടായിരുന്നത്, ഇതാരാണ് എന്നുള്ളത് പോലീസുകാർ ഇങ്ങനെ ട്രാക്ക് ചെയ്തു. അങ്ങനെ പോലീസുകാർക്ക് ആളുടെ പേര് കിട്ടുകയാണ്. ഹർഷിത് ചൗധരി എന്നായിരുന്നു ആളുടെ പേര്. അപ്പോൾ ആൾ ഓൾറെഡി ബുക്കിങ്ങിന് യൂസ് ചെയ്തിട്ടുള്ള ആധാർ കാർഡും ബാക്കിയുള്ള ഡീറ്റെയിൽസും ഒക്കെ വെച്ചിട്ട് പോലീസുകാർ അയാളെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ആളെ കോൾ ചെയ്തപ്പോൾ ആൾ ഫോൺ എടുത്ത് സംസാരിക്കുകയും ചെയ്തു. എന്നിട്ട് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അബദ്ധത്തിൽ എടുത്തു പോയതാണ്, അതായത് എൻ്റെ കയ്യിൽ ഇങ്ങനെ മാറി കയ്യിൽ പെട്ടാണ്, ഞാൻ എന്തായാലും കൊണ്ടുതരാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അയാൾ ഫോൺ അവസാനിപ്പിച്ചത്. പോലീസുകാർ നോക്കുമ്പോൾ ഇയാൾ അക്സെപ്റ്റ് ചെയ്യുകയാണ്, അതായത് അബദ്ധത്തിൽ എൻ്റെ കയ്യിൽ പെട്ടതാണ്, ഞാൻ റിട്ടേൺ ചെയ്യാൻ നിൽക്കായിരുന്നു എന്നായിരുന്നു ആൾ പറഞ്ഞത്. സാധാരണഗതിയിൽ ഇങ്ങനെ വേറൊരാളുടെ സാധനം നമ്മളുടെ കയ്യിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അതിൻ്റെ റെസ്പെക്റ്റഡ് ഓണർ ആരാണോ അയാളെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റെസ്പെക്റ്റഡ് അതോറിറ്റിയുടെ കയ്യിൽ ഈ ഒരു സംഭവം ഏൽപ്പിക്കുക, അങ്ങനെയാണല്ലോ ചെയ്യുക. ഇയാളാണെന്നുണ്ടെങ്കിൽ പോലീസുകാർ വിളിക്കുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാപ്ടോപ്പും കൊണ്ട് ഹർഷിത് ചൗധരി നേരെ പോലീസിൻ്റെ അടുത്തോട്ട് എത്തുകയാണ്. അവിടെ എത്തിയിട്ട് എന്താ പറയുക, വളരെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പോലീസുകാർ ഇയാളുടെ അടുത്ത് ചോദിക്കുകയായിരുന്നു. അപ്പോഴാണ് പോലീസുകാർ മനസ്സിലാക്കിയത് ആള് ജസ്റ്റ് ഒരു മനുഷ്യനല്ല, ആള് ആർമിയിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലിരിക്കുന്ന ഒരാളാണെന്നുള്ളത്. അതായത് ആളുടെ ഫുൾ നെയിം മേജർ ഹർഷിത് ചൗധരി എന്നായിരുന്നു. സാധാരണ ഒരു കേസാണെന്നുണ്ടെങ്കിൽ അതവിടെ തീരേണ്ടതായിരുന്നു. ഒരാൾ തൻ്റെ ലാപ്ടോപ്പ് മോഷണം പോയി എന്ന് പറഞ്ഞൊരു കേസ് കൊടുത്തു. അപ്പോൾ മോഷ്ടിച്ചെന്ന് കരുതുന്ന വ്യക്തിയെ പോലീസുകാർ കോൺടാക്ട് ചെയ്തപ്പോൾ എൻ്റെ കയ്യിൽ പെട്ടുപോയതാണ്, ഞാൻ അത് തിരിച്ചു തരാൻ നിൽക്കുകയായിരുന്നു എന്ന് അയാൾ പറയുകയാണ്. അതിനുശേഷം അയാൾ ഇതേപോലെ തന്നെ പോലീസിൻ്റെ അടുത്തോട്ട് ഡയറക്റ്റ് ആയിട്ട് വന്ന് ഈ ഒരു സാധനം ഹാൻഡ് ഓവർ ചെയ്യുകയായിരുന്നു. എന്നാൽ ഇയാളുടെ ആറ്റിറ്റ്യൂഡിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടായത് പോലീസുകാർ ശ്രദ്ധിക്കുകയാണ്, പ്രത്യേകിച്ച് ഈ ഒരു SP ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ. അതായത് വളരെ ഡിഫെൻസീവായിട്ടായിരുന്നു ഇയാളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ തൻ്റെ പൊസിഷനെ കുറിച്ച് ഇടയ്ക്കിടെ അയാൾ ഇങ്ങനെ റിപ്പീറ്റേറ്റീവ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇതിൽ സംശയം തോന്നിയ SP ബൽറാം മീന എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഈ ഒരു കേസിൻ്റെ പിന്നാലെ പോവുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹം കണ്ടെത്തിയത് വളരെയധികം ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളായിരുന്നു. ആ ഒരു കേസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. അങ്ങനെ പോലീസുകാർ ഹർഷിതിനോട് എന്തിനാണ് അഹമ്മദാബാദിലോട്ട് വന്നത്, അതായത് പർപ്പസ് ഓഫ് വിസിറ്റ് എന്താണെന്നുള്ളത് ചോദിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നൊരു കല്യാണാലോചന വന്നിട്ടുണ്ട് തനിക്ക്, അപ്പോൾ ആ ഒരു പെൺകുട്ടിയെ മീറ്റ് ചെയ്യാനും മറ്റും വേണ്ടിയിട്ടാണ് താൻ വന്നത്, ലീവിലാണെന്നുള്ളൊരു കാര്യം പോലീസുകാരുടെ അടുത്ത് പറയുകയായിരുന്നു. അപ്പോൾ പോലീസുകാർ ആളുടെ ലീവ് ഓർഡർ ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു വീട്ടിൽ വെച്ചേക്കാണ്, ലീവ് ഓർഡർ കയ്യിലില്ല എന്നുള്ളത് പറയുകയാണ്. എന്നാലും ഇയാൾ പറയുന്നതിൽ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഈ ഒരു SP സാറിന് തോന്നുകയാണ്. അങ്ങനെ അദ്ദേഹം ഇയാളുടെ ആധാർ കാർഡ് അതുപോലെ തന്നെ ഗവൺമെൻറ് ID തുടങ്ങിയിട്ടുള്ളതൊക്കെ നേരെ ആർമിക്കാർക്ക് അയച്ചു, അതായത് ആർമി ഓഫീസിനെ കോൺടാക്ട് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു, ഇതൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ ആർമി ഉദ്യോഗസ്ഥർ ആ ഒരു ID കാർഡും ആധാർ കാർഡും വെരിഫൈ ചെയ്യുന്ന ആ ഒരു ടൈമിലാണ് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഇത്തരത്തിലുള്ള ഒരു മേജർ ഇന്ത്യൻ ആർമിയിലില്ല. അതായത് ഈ മേജർ ഹർഷിത് ചൗധരി എന്ന് പറയുന്ന ആ ഒരു ID കാർഡിലുള്ള വ്യക്തി യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ളൊരു ആർമി ഉദ്യോഗസ്ഥനേ ആയിരുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ SP ബൽറാം സാറിൻ്റെ ഇൻഡ്യൂഷനും കാര്യങ്ങളും എല്ലാം തന്നെ കറക്റ്റ് ആവുകയാണ്. അപ്പോൾ ഈ ഒരു കേസിൻ്റെ സ്വഭാവം മാറുകയാണ്. ഇത് ജസ്റ്റ് ഒരു ലാപ്ടോപ്പ് മോഷ്ടിച്ച കേസ് എന്നുള്ളതിൽ നിന്നും മാറിയിട്ട് ഒരു നാഷണൽ ത്രെട്ട് ലെവലിലോട്ടുള്ളൊരു കേസിലോട്ട് എത്തുകയാണ്. കാരണം ഒരു ആർമിയിലെ ഉയർന്ന പൊസിഷനിലുള്ള ഒരാളുടെ എന്താ പറയുക, ആ ഒരു ID കാർഡും അതേപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസും ആണ് ഇയാൾ ഫോർജ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ആർമിയിൽ ഒരു വലിയൊരു ഉദ്യോഗസ്ഥനായിട്ടാണ് ഇയാൾ ആൾമാറാട്ടം നടത്തിയിട്ടുള്ളത്. അപ്പോൾ
എന്താ പറയുക ദേശസുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന ഒരു കാര്യമാണ്. ആ ഒരു ID കാർഡും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഇയാൾ എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ട് എന്നുള്ളത് പറയാനും പറ്റില്ലല്ലോ. അങ്ങനെ പോലീസുകാർ ഇയാളെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇയാളുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെക്ക് ചെയ്യാനും തുടങ്ങി. അപ്പോഴാണ് പോലീസിന് ഒരുപാടധികം കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അലിഗറിലെ ജമാൽപൂരിലുള്ള ഷഹബാസ് അലി എന്ന് പറയുന്ന ഒരാളായിരുന്നു ഇയാൾ. അയാളാണ് ഹർഷിത് ചൗധരി എന്ന് പറയുന്ന പേരിൽ ഇതേപോലെ തന്നെ മേജറുടെ ID കാർഡും വെച്ച് കറങ്ങി നടക്കുന്നുണ്ടായിരുന്നത്. ഈ ഷഹബാസ് അലിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾ ഇന്ത്യൻ ആർമിയിൽ ഒരു ശിപായി ആയിരുന്നു. ഡൽഹിയിലായിരുന്നു ആൾക്ക് ആദ്യം പോസ്റ്റിംഗ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ജമ്മു കാശ്മീർ സിലിഗുരിയിലോട്ടൊക്കെ ട്രാൻസ്ഫർ ഒക്കെ ആയിട്ട് പോവുകയായിരുന്നു. പിന്നീട് എന്താ പറയുക ഇയാളുടെ ഒരുപാടധികം ബ്ലാക്ക് മാർക്സ് ഉണ്ടായിരുന്നു ഇയാളുടെ റെക്കോർഡിൽ. അവസാനം എന്താ പറയുക നിയമങ്ങളും കാര്യങ്ങളൊന്നും പാലിക്കുന്നില്ല, ആർമിയുടെ ആ ഒരു ഇതിൽ നിൽക്കുന്നില്ല എന്നുള്ള കാരണം കൊണ്ട് ഇയാളെ ഇന്ത്യൻ ആർമിയിൽ നിന്ന് പുറത്താക്കിയതുമായിരുന്നു. ജൂൺ 2023 ഇത്തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം വയലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഇയാൾക്കെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുന്നതും ഇയാളെ ഫോഴ്സിൽ നിന്ന് പുറത്താക്കുന്നതും. അതിൻ്റെ പേരിൽ ഇയാളുടെ വീട്ടിൽ ഒരുപാടധികം ഇഷ്യൂസ് ഉണ്ടാവുകയാണ്. കാരണം ഒരു ആർമി ഫാമിലി ആയിരുന്നു, ഇയാളുടെ അച്ഛനും എയർഫോഴ്സിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ വീട്ടിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയായിരുന്നു ഇതിൻ്റെ പേരിൽ. പിന്നെ പോലീസുകാർ കൂടുതൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് 2019 ഇയാളുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇയാൾക്ക് 2 കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ പോലീസുകാരുടെ അടുത്ത് പറഞ്ഞത് അഹമ്മദാബാദിൽ ഒരു പെണ്ണ് കാണാനായിട്ട് വന്നതാണ്, ഒരു പെൺകുട്ടിയെ മീറ്റ് ചെയ്യാനും പരിചയപ്പെടാനും വേണ്ടിയിട്ട് വന്നതാണെന്നുള്ളതായിരുന്നു. അപ്പോൾ പോലീസിൻ്റെ അടുത്തൊരു സംശയം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഇയാൾ മേജറായിട്ട് ആൾമാറാട്ടം നടത്തി ഇതേപോലെ തന്നെ ജീവിച്ചിരുന്നതെന്നാണ്. അതായത് ഈ ഒരു ആൾമാറാട്ടം നടത്തുന്നത് കൊണ്ടുള്ള എന്താ പറയുക ബെനിഫിറ്റ്സ് എന്തൊക്കെയായിരുന്നു ഇയാൾക്ക് ഉണ്ടായിരുന്നത് എന്നുള്ള ആംഗിളിൽ പോലീസുകാർ നോക്കുകയാണ്. അങ്ങനെ ഇയാളുടെ ഫോണും കാര്യങ്ങളൊക്കെ പോലീസുകാർ പരിശോധിക്കുകയാണ്. ഈ ഫേക്ക് ID എവിടെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നോക്കുകയാണ്. ഇയാളുടെ ആധാർ കാർഡ് അതേപോലെ ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിയ പാൻ കാർഡ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു ടൈമിലാണ് ഇയാളുടെ ഫോണിലോട്ട് സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു കോള് വരുന്നത് പോലീസുകാരെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ പോലീസുകാർ ആ ഒരു കോൾ എടുത്ത് സംസാരിക്കുകയാണ്. അപ്പോഴാണ് അവർക്ക് ഷോക്കിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം മനസ്സിലാകുന്നത്. ഫോണിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് ഒരു സ്ത്രീ ആയിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ആ സ്ത്രീ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേജർ ഹർഷിത് ചൗധരിയുടെ ഭാര്യയാണ് താനെന്നായിരുന്നു. അപ്പോൾ പോലീസുകാർ അവരുടെ അടുത്ത് തിരിച്ചു പറയുകയാണ്, ഇപ്പോൾ നിങ്ങൾ പറയുന്ന ആൾ മേജറും അല്ല, അതേപോലെ തന്നെ ഹർഷിത് ചൗധരി അല്ല. ഷഹബാസ് അലി എന്ന് പറയുന്ന ഒരാൾ ആൾമാറാട്ടം നടത്തിയിട്ട് ആർമി മേജറുടെ പേര് പറഞ്ഞുകൊണ്ട് ആളുകളെ പറ്റിക്കുന്ന ഒരാളായിരുന്നു എന്നുള്ളൊരു കാര്യം അപ്പോൾ മാത്രമായിരുന്നു ആ ഒരു സ്ത്രീ മനസ്സിലാക്കിയത്. ഇയാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേരിൽ ആ സ്ത്രീയെ വിവാഹം കഴിച്ചിട്ടും ഉണ്ടായിരുന്നു. ലാപ്ടോപ്പ് മോഷണ കേസിൽ തങ്ങളുടെ അടുത്ത് വന്ന് പെട്ടപ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തങ്ങൾക്ക് മനസ്സിലായതെന്നുള്ളതും പോലീസുകാർ പറയുകയാണ്. അങ്ങനെയാണ് ഏപ്രിൽ 5, 2023 എന്താ പറയുക അലിഗറിൽ വെച്ചിട്ടുള്ള ഒരു അമ്പലത്തിൽ വെച്ചിട്ട് ഇവരുടെ വിവാഹം നടന്നതായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ ആ ഒരു പെൺകുട്ടി ഇതേപോലെ പോലീസുകാരോട് പറയുന്നതും അതിനുശേഷം ഇയാൾക്കെതിരെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുന്നതും. അപ്പോൾ പോലീസുകാർ ഇയാളെ എങ്ങനെയാണ് പരിചയം എന്നുള്ളത് ചോദിച്ചപ്പോഴാണ് പെൺകുട്ടി ആ കാര്യം പറയുന്നത്. മാട്രിമോണിയൽ സൈറ്റ് വഴി shaadi.com വഴിയാണ് ഇയാളെ ഈ പെൺകുട്ടി പരിചയപ്പെടുന്നത്. അപ്പോൾ അതിലൂടെ പരിചയപ്പെട്ടു, പിന്നീട് സംസാരിച്ചു, ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഈ വിവാഹം നടന്നത്. എന്നാൽ വിവാഹത്തിന് ശേഷം ഇയാളുടെ സ്വഭാവം കംപ്ലീറ്റ് ആയിട്ട് മാറുകയായിരുന്നു. ഇയാൾ കണ്ടമാനം ഉപദ്രവിക്കും, സെക്ഷുവലി അബ്യൂസ് ചെയ്യും, അതുപോലെ തന്നെ പലതരത്തിലുള്ള സെക്ഷൽ വൈകൃതങ്ങൾക്ക് വേണ്ടിയിട്ട് നിർബന്ധിക്കും. അതേപോലെ തന്നെ എന്താ പറയുക എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും വളരെ വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു ഇയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. അങ്ങനെ പോലീസുകാർ ഇയാൾ ഇത്തരത്തിൽ വേറെ എത്ര പെൺകുട്ടികളെ പറ്റിച്ചിട്ടുണ്ടെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഇയാളുടെ shaadi.comന്റെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ പരിശോധിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ shaadi.comന്റെ ഓഫീസിൽ നിന്ന് ഇയാളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തന്നെ എടുത്തു. ഇതിനോടകം ഇയാൾ എത്ര പെൺകുട്ടികളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ എടുക്കുകയാണ്. അപ്പോഴാണ് ഇതുവരെ ഇവർ കണ്ടെത്തിയത് ഒരു ഐസ്ബർഗിൻ്റെ ടിപ്പ് മാത്രമാണെന്നുള്ളത് പോലീസുകാർ മനസ്സിലാക്കുന്നത്. ഈ ഷഹബാസ് അലിയുടെ ഹണ്ടിങ് ഗ്രൗണ്ട് ആയിരുന്നു യഥാർത്ഥത്തിൽ മാട്രിമോണി വെബ്സൈറ്റ്. അവിടെയാണ് ഇയാൾ മെയിൻലി ഈ ഒരു മേജർ ഹർഷിത് ചൗധരി എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റി യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. അതായത് ആൾ ആർമി യൂണിഫോമിലുള്ള ഫോട്ടോസും കാര്യങ്ങളും അങ്ങനെ പലതും അതിൻ്റെ ഉള്ളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അൺമാരീഡ് ആണ് എന്നുള്ളൊരു തരത്തിലായിരുന്നു ആളുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അതായത് ബാക്കിയുള്ള ഒരുപാടധികം ആളുകൾ ഇതേപോലെ തന്നെ പെൺകുട്ടികളെ കൊടുക്കാനായിട്ട് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയിട്ടുള്ള സോഷ്യൽ മീഡിയാസൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ ഇയാൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് മാട്രിമോണിയൽ വെബ്സൈറ്റ്സ് ആയിരുന്നു. അതിൻ്റെ ഉള്ളിലൂടെ ഒരുപാടധികം പെൺകുട്ടികളെ ഇയാൾ വലയിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലയാൾ 128ലേറെ പെൺകുട്ടികളെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു 30-40 പേരുമായിട്ട് റെഗുലർ ആയിട്ടുള്ള കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു 20-25 പേരുമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവരുടെ അടുത്ത് വിവാഹ വാഗ്ദാനമൊക്കെ നടത്തി പറ്റിക്കുകയായിരുന്നു.
പിന്നീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാളുടെ ഫോണിൽ ഒരുപാടധികം പെൺകുട്ടികളുടെ കോൺടാക്ട് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഫോട്ടോസും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും പല പല സംസ്ഥാനങ്ങളിലും പല പല സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആളുകളായിരുന്നു കേട്ടോ. അപ്പോൾ ഇയാൾ എന്താ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാട്രിമോണിയൽ വെബ്സൈറ്റ് വഴി തനിക്ക് പറ്റിയൊരു ഇരയെ കണ്ടുപിടിക്കും. അതിനുശേഷം അവരുമായിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കും. പിന്നീട് ഒരു പ്രണയത്തിലാകുന്നത് പോലെ നടിച്ചതിന് ശേഷം ഇവരുമായിട്ടൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അതിനുശേഷം ഇയാളുടെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറയും. അതായത് എന്തെങ്കിലും അടവ് തെറ്റിയതിൻ്റെ കുറേ ഇഷ്യൂസ് ഉണ്ടെന്നോ അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ മെഡിക്കൽ എമർജൻസി പെട്ടെന്നുകൊണ്ട് ഫണ്ട് അത്യാവശ്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ ആ പെൺകുട്ടികളുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങും. അപ്പോൾ മെയിനായിട്ട് എന്താ പറയുക, സെക്ഷലി അബ്യൂസ് ചെയ്യുക, അതുപോലെ തന്നെ ഫണ്ട് തട്ടുക എന്നുള്ള 2 കാര്യങ്ങളായിരുന്നു ഇയാളുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ജോലിയുള്ള പെൺകുട്ടികളെ ആയിരുന്നു ഇയാൾ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇയാൾ ഈ ഫേക്ക് ഐഡിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് അലിഗറിൽ ഒരു ബാങ്കിലൊക്കെ അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു അക്കൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻസ് ഒക്കെ നോക്കിയപ്പോൾ പല പെൺകുട്ടികളുടെ കയ്യിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയാണ് ഇയാൾ ഇത്തരത്തിൽ അടിച്ചു മാറ്റിയിട്ടുള്ളത്. പിന്നെ ഇയാളുടെ ആധാർ കാർഡ് ഉണ്ടല്ലോ, അത് ഭരത്പൂറുള്ള ഹർഷിത് ജാദവ് എന്ന് പറയുന്ന ഒരാളുടെ ആധാർ കാർഡിൻ്റെ എന്താ പറയുക അത് മാറ്റിയതായിരുന്നു. അതായത് ആളുടെ ലാസ്റ്റ് നെയിം മാറ്റി, അതുപോലെ തന്നെ എന്താ പറയുക ഫോട്ടോവും മാറ്റിയിട്ട് ആ ഒരു ആധാർ കാർഡായിരുന്നു ഇയാളുടേതാണെന്നും പറഞ്ഞിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം അയാൾ ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഹർഷിത്, അതായത് ഈ ഒരു ഷഹബാസ് അലിക്കെതിരെ കേസ് കൊടുക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇയാളാൽ പറ്റിക്കപ്പെട്ടിട്ടുള്ള ആകെ 2-3 പെൺകുട്ടികൾ മാത്രമേ പോലീസിൻ്റെ അടുത്തൊരു കംപ്ലൈൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ വേറെ ആരും തന്നെ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പോലീസിൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. പോലീസുകാർ ഇയാളുടെ കെണിയിൽ പെട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലീസിനോട് കംപ്ലൈൻറ്റ് ചെയ്യാനായിട്ട് പറയുകയുണ്ടായി, അതായത് റിക്വസ്റ്റ് ചെയ്യുകയുണ്ടായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇയാൾക്കെതിരെയുള്ള കംപ്ലൈൻറ്റ്സും കാര്യങ്ങളും കൂടുതൽ സ്ട്രോങ് ആവും. അതേപോലെ തന്നെ ഇയാൾക്ക് കൂടുതൽ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുമെന്നാണ് പോലീസുകാർ പറയുന്നത്. എന്നാൽ അത്തരത്തിൽ ഒരുപാടധികം കംപ്ലൈൻറ്റ്സ് ഇയാൾക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നില്ല. വളരെ ചുരുക്കം വിരലിലെണ്ണാവുന്ന കംപ്ലൈൻറ്റുകൾ മാത്രമേ ഇയാൾക്കെതിരായിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാണ് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ അഹമ്മദാബാദിലുള്ളൊരു ജയിലിലാണ് ഷഹബാസ് ഉള്ളത്. അപ്പോൾ ഈ ഒരു കേസ് ബാക്കി ഫർദർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം 5 ടീമോളം ഫോം ചെയ്തിരിക്കുകയാണ്. അതായത് ഏതൊക്കെ പെൺകുട്ടികൾ ഇയാൾ പറ്റിച്ചിട്ടുണ്ട്, ഏതൊക്കെ തരത്തിൽ ഇയാൾ പെൺകുട്ടികളെ മാത്രമല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പറ്റിപ്പുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷിച്ചു വരികയാണ്. മെയിനായിട്ട് രാജസ്ഥാൻ, ഡൽഹി, ജമ്മു കാശ്മീർ, ഉത്തർപ്രദേശ് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നടന്നു വരുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ ഇത്രയൊക്കെയാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് മേജർ ഹർഷത് ചൗധരി ആയിട്ട് വേഷം മാറിയ ഷഹബാസ് അലി എന്ന് പറയുന്ന ഒരാളുടെ കഥയാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ആൻഡ് ഇറ്റ്സ് മീ റദിൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.